സ്വർണം പതിച്ച ചെമ്പുപാളികളെന്ന് മാറ്റി ചെമ്പുപാളി എന്ന് മാത്രമാക്കി. ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്, അതായത് ഉണ്ണികൃഷ്ണൻ വെറും ഇതിന്റെ കാലാണ്. കൈ എന്ന് പറഞ്ഞ ആദ്യത്തെ ഉദ്യോഗസ്ഥരാണ്, മുരാരി ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ്. പക്ഷെ തല ആരാണ്? അത് അവിടുത്തെ ദേവസ്വം ബോർഡ് അടക്കമുള്ളവരെ അറിയാതെ അറിവോ സമ്മതവും കൂടെ ചെയ്യൂ. ദേവസ്വം ബോർഡിന് അറിയാതെ ഇത് എവിടാ പോകുന്നത്? ചമ്പൽ കൊള്ളക്കാർ പോലും സ്വന്തം ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കില്ല, പക്ഷേ ദേവസ്വം ബോർഡുകാർ അവരുടെ അമ്പലത്തിൽ നിന്ന് മോഷ്ടിക്കും എന്നുള്ളതാണ് അതിൻ്റെ വിഷമകരമായ കാര്യം. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടണം, ഒരു ജയിലിൽ പോകണം. സുരേഷ് ഗോപിക്ക് ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ പകുതി ഒരു ഭരചന്ദ്രൻ IPS ആണ്. CPM നിന്ന് ശ്രീ മുകേഷിനെ, BJP നിന്ന് സുരേഷ് ഗോപിയെ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ, ഇവരെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കേരളത്തിന് പരമാവധി നന്മയുണ്ടാക്കണം. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വ്യക്തിപരമായി ഇൻ്റലിജൻ്റ് ആയ ഒരു വ്യക്തിയാണ് രമേഷ് പിഷാരടി. RSS വേണ്ട രീതിയിൽ വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ താഴെ തട്ടിലേക്കുള്ള അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഏറ്റവും വൃത്തികെട്ട ചീപ്പായ മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും പറയുന്നത്. തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ സാറും അതുപോലെ കേന്ദ്രത്തിൽ മോദി സാറും ആകാനുള്ള ചാൻസ് എത്ര കൂടുതൽ? മാറി മാറി വരുന്നതാണ് നല്ലത്. ഏത് പാർട്ടി ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും CPM ആണെങ്കിലും മാറി മാറി വരണം. എമ്പുരാനിൽ പൊള്ളിയോണ്ടാണ് ഈ സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഈ CBFC എല്ലാത്തിലും കയറി ഇടപെടുന്നത്. ശരിക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ല. അത് എടോ ചുമ്മാ ഇരുന്ന് ചിരിക്കാതെ ഒരുമാതിരി കുട്ടിക്കൊരകനെ പോലെ എന്നുള്ള സംഭവമാണ്. ശരിക്കും ഇത് ഇപ്പൊ വീണ്ടും വീണ്ടും കാണുമ്പോൾ ചിരിക്കാറുണ്ടോ? ചിലപ്പോൾ ചിരി വരാറുണ്ട്. അതേപോലെ ഇടയ്ക്ക് ആരോ TV ഡിബേറ്റ്സിന്റെ ഏറ്റവും ടോപ്പ് 5 ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞ് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് പിന്നെ 30 സെക്കൻഡ് തരൂ. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് അവസാനത്തെ ചോദ്യം എന്തായാലും ചോദിക്കാൻ പറ്റി. അവസാന സെക്കൻഡ് ചോദിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്കൊരു 30 സെക്കൻഡ് തരൂ എന്ന് പറഞ്ഞാൽ ഞാൻ തരുമായിരുന്നു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ശബരിമലയായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മലയാളികളിൽ ഒരാളാണ് രാഹുൽ ഈശ്വർ. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. ഈ ഒരൊറ്റ ആള് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്ര വലിയൊരു കാര്യം. ഉണ്ണികൃഷ്ണൻ വെറും പ്യൂണാണ്, അതായത് ഉണ്ണികൃഷ്ണൻ വെറും ഇതിന്റെ കാലാണ്. കൈ എന്ന് പറഞ്ഞ ആദ്യത്തെ ഉദ്യോഗസ്ഥരാണ്, മുരാരി ബാബുവിനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ്. പക്ഷെ തല ആരാണ്? അത് അവിടുത്തെ ദേവസ്വം ബോർഡ് അടക്കമുള്ളവരെ അറിയാതെ അറിവോ സമ്മതവും കൂടെ ചെയ്യൂ. നൂർജഹാനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നൂർജഹാന്റെ വീട്ടിൽ നിന്ന് 100 പവൻ പണി ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി. ഒരാൾ വന്ന് പണി ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി, ഡ്രൈവറിനെ കൊടുത്തു വിട്ടു. 39 ദിവസമായിട്ടും അത് പണിക്കാരുടെ കയ്യിൽ എത്തിയില്ലെങ്കിൽ നൂർജഹാൻ വിളിച്ചു ചോദിക്കൂലേ? ഉറപ്പായിട്ടും ചോദിക്കും. പക്ഷേ ദേവസ്വം ബോർഡ് ചോദിച്ചില്ല. കാര്യം എന്തുകൊണ്ടാണ്? ദേവസ്വം ബോർഡിന് അറിയാം ഇത് എവിടെയാണ് പോകുന്നത്, ഇത് താമസിച്ചേ പോകുന്നുള്ളത് അറിയാം. അപ്പം ദേവസ്വം ബോർഡ് എന്നിട്ട് ദേവസ്വം ബോർഡിൻ്റെ അറിവും സമ്മതത്തോടും കൂടി സ്വർണം പതിച്ച ചെമ്പുപാളികളെന്ന് മാറ്റി ചെമ്പുപാളി എന്ന് മാത്രമാക്കി. ഇനി 2 സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഗോൾഡ് ക്ലാഡിംഗ് ഉണ്ട്, ഗോൾഡ് പ്ലേറ്റിംഗ് ഉണ്ട്. അതായത് തനി തങ്കം പതിക്കുന്ന ഒരു രീതിയുണ്ട്, സ്വർണം പൂശുന്ന പരിപാടിയാണ്. നമ്മുടെ ഈ 1 ഗ്രാം പൂശിയ തങ്കാഭരണങ്ങളൊന്നും കേട്ടല്ലോ, കണ്ടാ സ്വർണം പോലിരിക്കും. ശബരിമലയിലെ ദ്വാരപാലകൾ, വെറിയുള്ള ദ്വാരപാല ശില്പങ്ങളിൽ 1.5 കിലോഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. ഇപ്പം 361 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ 1.1 കിലോഗ്രാം അടിച്ചു മാറ്റി. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും അടിച്ചു മാറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, വിറ്റ് ആണ് ഇവർ മുമ്പോട്ട് പോയത്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ വരും. പക്ഷേ ഈ വിഷയത്തിലെ ഹീറോ ഒരു കാരണവശാലും സംശയിക്കേണ്ട കേരള ഹൈക്കോടതിയാണ്. കേരള ഹൈക്കോടതിയുടെ മഹത്തരമായ നിലപാടുകൾ കാരണമാണ് ഈ വിഷയത്തിൽ വിജയം സാധ്യമായത്. ആ 2 ഹൈക്കോടതി ജഡ്ജിമാർക്കും, രാജാ വിജയരാഘവൻ സാറിനും ജയകുമാർ സാറിനും പ്രണാമം അർപ്പിക്കുന്നു. ഞാനപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ഒരു പുലിമുരുകൻ മോഡിലാണ്. കാര്യം ഹൈക്കോടതി അങ്ങനെ വിചാരിച്ചാലേ വെളിയിൽ വരൂ. സത്യം പറയാമല്ലോ, ആദ്യ ദിവസം ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ നമുക്ക് മോട്ടിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ദ്വാരപാലകരിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നു വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാം ആദ്യ ദിവസം കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട്, എന്തോ പിഴവ് പറ്റിയെന്ന് തോന്നുന്നു, ആൾക്കാർ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു, ജാഗ്രത കുറവുണ്ടായെന്ന് തോന്നുന്നു, അവിടെ എവിടെയും തൊടാതെ ഞങ്ങളെല്ലാം നിലപാട് പറഞ്ഞുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അത്ര വലിയ കള്ളന്മാരാൻ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ബാൻഡിറ്റ് ക്വീൻ സിനിമയൊക്കെ ഉണ്ടല്ലോ, ചമ്പൽ കൊള്ളക്കാരെ കുറിച്ചുള്ള സിനിമയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മോശം കൊള്ളക്കാർ ചമ്പൽ കൊള്ളക്കാരാണ്. ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോട്ടിക്കൂല. ഞാൻ ആലങ്കാരികമായി പറയുന്നതല്ല, ഇത് ഡോക്യുമെൻ്റഡ് ആണ്. ചമ്പൽ കൊള്ളക്കാരുടെ ഏരിയയിലെ ഗ്രാമക്ഷേത്രങ്ങളും പഴയ ആർക്കിയോളജിക്കൽ മോണ്യുമെൻറ്റ്സും ഒന്നും അവർ നശിപ്പിക്കുകയില്ല. അവരാൽ കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കുകയുള്ളൂ. ചമ്പൽ കൊള്ളക്കാർ പോലും സ്വന്തം ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കില്ല. പക്ഷേ ദേവസ്വം ബോർഡുകാർ അവരുടെ അമ്പലത്തിൽ നിന്ന് മോഷ്ടിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വിഷമകരമായ കാര്യം. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടണം, ഒരു ജയിലിൽ പോകണം. ഇനിയും സിനിമ, നിങ്ങൾ മൂവി വേൾഡ് ആയതുകൊണ്ട് അതുകൂടെ കണക്ട് ചെയ്ത് പറയാം. അദ്വൈതം എന്നൊരു സിനിമയുണ്ട്, പറ്റുമെങ്കിൽ പോയി കാണണം. കണ്ടിട്ടുണ്ടെങ്കിൽ 1991 മോഹൻലാലിന്റെ പ്രിയദർശന്റെ ഗംഭീര സിനിമയാണ്. അദ്വൈതം സിനിമ നടക്കുന്ന പല കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പം നടക്കുന്നത്. കൃത്യമായ അദ്വൈതം സിനിമ കണ്ടാൽ
പല കാര്യങ്ങളും ഇന്നത്തെ രീതിയിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതൊരു നമ്മുടെ അമ്പലങ്ങളുടെയൊക്കെ ഒരു പ്രശ്നമാണ്. ഈ ഘടനാപരമായ അമ്പലങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ ആഴമേറിയ വിഷയമാണ്, മറ്റൊരു ടോപ്പിക്കാണ്. അതായത് ശരിക്കും നമ്മുടെ അമ്പലങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നത് ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. കേണൽ ജോൺ മൺറോ എന്ന ബ്രിട്ടീഷ് സായിപ്പ് ഇവിടെ റെസിഡൻ്റ് ആയിരുന്ന സമയത്താണ്. വേലുത്തമ്പി ദളവ എന്ന് കേട്ട് കാണും, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ഓർഗനൈസ് ചെയ്യും. അപ്പോൾ വേലുത്തമ്പി ദളവ പരാജയപ്പെട്ട് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യുദ്ധമുണ്ടാകാതിരിക്കാനും കലാപം ഉണ്ടാകാതിരിക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഈ അമ്പലങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ ഇപ്പോഴും അമ്പലങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നുള്ളത് ദൗർഭാഗ്യവശായ ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത്രയും കയറി കട്ടുപിടിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ഹോപ്പ്ഫുള്ളി മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞതുകൊണ്ട് പറയാം, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ റീസെൻ്റ്ലി ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ കയറിയപ്പോൾ അമ്പലം മുഴുവൻ പുണ്യാഹം തെളിച്ച് ഫുള്ള് വൃത്തിയാക്കി. ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളെയും ഇഷ്ടമുള്ള ആളാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും കൂടുതൽ ദൈവങ്ങളെ ഒന്നും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും ഉണ്ണിക്കണ്ണനോട് ഒരു സ്നേഹം തോന്നും. കൊച്ചിലെ മുതൽ ഞാനിപ്പോൾ ഡാൻസ് ഒക്കെ പഠിക്കുമ്പോഴായാലും ഉണ്ണിക്കണ്ണനോട് നമുക്കൊരു സ്നേഹം തോന്നും, കൾച്ചറലി നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും. അപ്പോൾ എനിക്കാണെങ്കിലും പോലും ഈ ഗുരുവായൂർ പോകണം അത് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അപ്പം നമ്മളെ എന്തായാലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കണ്ണൻ ഓടിച്ചു വിടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം? ചില കാര്യങ്ങളിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ, എല്ലാ അമ്പലങ്ങൾക്കും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും രീതികളും ഉണ്ട്, നമ്മൾ ആദരിക്കണം. എന്നാൽ ശബരിമല പോലെ പല കാര്യങ്ങളിലും നമ്മൾ ഇൻക്ലൂസീവ് ആകണം. അപ്പം ശബരിമലയിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവർക്കും പ്രവേശനം ഉണ്ടെന്ന് മാത്രമല്ല, ഉള്ളിലൊരു ഇസ്ലാമിക പ്രതിഷ്ഠയുണ്ട്. അതായത് ശബരിമലയ്ക്കുള്ളിലൊരു വാവര് നടയുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾക്ക് സഗുണാരാധന, വിഗ്രഹാരാധന തുടങ്ങിയ കാര്യങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് അവിടെ വാവറുടെ ഒരു വാളും മറ്റും വെച്ചാണ് ആദരിക്കുന്നത്. അത് എരുമേലി പള്ളിയിലാണെങ്കിലും എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിലാണെങ്കിലും കാര്യം അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം. അപ്പം ഇത്തരം കാര്യങ്ങളിലേ നമ്മളൊരു ചില കാര്യങ്ങളിൽ ഒരു സോഫ്റ്റ് നിലപാട് ചില കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് ജാസ്മിൻ അങ്ങനെ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണെന്ന് തോന്നുന്നില്ല. ആ കുട്ടി ഒരു സാംസ്കാരിക, എനിക്ക് തോന്നുന്നു മറ്റേ വളരെ കേരളീയമായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് മറ്റേ അതൊക്കെ നിൽക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു കുറച്ചുകൂടെ ഒരു സോഫ്റ്റായ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ എടുക്കണം. കാര്യം ഇത് ആഴമേറിയ പ്രാണപ്രതിഷ്ഠയോ ആചാരമോ ബന്ധപ്പെട്ടൊന്നുമല്ല. ഉദാഹരണം ശബരിമലയിൽ യുവതി പ്രവേശനം പോലും വിഷയമല്ല. കാര്യം അടിസ്ഥാനപരമായി വിശ്വാസം, പ്രാണപ്രതിഷ്ഠ, പ്രതിഷ്ഠാസങ്കല്പത്തോടൊന്നും ബന്ധപ്പെട്ടൊരു കാര്യമല്ല. പല അമ്പലങ്ങളും അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ ആൾക്കാർ കയറുന്നതിന് ഒരു പ്രശ്നമല്ല താനും. ഒരുപാട് സ്ഥലങ്ങളിൽ അത് സ്വീകരിക്കുകയും സ്വാധീനം. ഇപ്പം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യപ്പസ്വാമിയെ പാടി ഉറക്കുന്നതും ഗുരുവായൂരപ്പനെ പാടി ഉണർത്തുന്നതും യേശുദാസാണ്. യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ അതുല്യനായ ഒരു കലാകാരനാണ്. ദേവരാജ മാസ്റ്റർ യഥാർത്ഥത്തിൽ അങ്ങനെ ഈശ്വര വിശ്വാസി ഒന്നും ആയിരുന്നില്ല. ദേവരാജ മാസ്റ്ററാണ് ഹരിവരാസനത്തിന് ഈ കാണുന്ന രീതിയിൽ ഈണം കൊടുക്കുന്നത്. പണ്ടേ കുളത്തൂർ അയ്യരും പണ്ട് കോന്നകത്ത് ജാനകിയമ്മയൊക്കെയാണ് അതിനെ ആദ്യം ക്രോഡീകരിച്ചത്. പക്ഷേ ഈ രീതിയിൽ കൊടുക്കുന്നത് യേശുദാസാണ്. നമ്മുടെ കലാമണ്ഡലത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരിലൊന്ന് കലാമണ്ഡലം ഹൈദരലി ആയിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിക്കുകയും മറ്റും ചെയ്യുന്നത് ഒരു വലിയ സെലിബ്രേഷനാണ്. അപ്പം ആ രീതിയിൽ ഈ ബഹുസ്വരതയുടെ ഇടം, നമ്മുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാതെ ബഹുസ്വരതയുടെ ഇടം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വർഷം വാവരുപള്ളിയിലെ, അതായത് എരുമേലി വാവരുപള്ളിയിലെ ഗസ്റ്റ് ഞാനായിരുന്നു. അവരുടെ ചന്ദനക്കുളം മഹോത്സവമുണ്ട്. നമ്മളവിടെ വെച്ചെന്ന് വളരെ ആദരവോടുകൂടിയാണ് അവിടുത്തെ മൗലവിമാർ നമ്മുടെ തലയിൽ മറ്റേ ഭസ്മം തൊട്ട് തരും. നമ്മളവിടെ തൊഴുതിട്ട് വണങ്ങിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആ വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ ചരിത്രത്തിൽ സഹായിച്ചത് വാവരാണ്. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പേട്ട തുള്ളുകയൊക്കെ ചെയ്യും. പേട്ട തുള്ളുന്നു, വാവരോടൊപ്പം പോകുന്നു. ഈ ബഹുസ്വരതയാണ് ഇന്ത്യക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി. ഈ ശക്തിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി അതിനെ അയ്യപ്പൻ വാവർ വെളുത്താന്ന് വിളിക്കാം, മഹാത്മാഗാന്ധി, മൗലാന അബുൽ കലാം ആസാദ്, ചാൾസ് ഫ്രീ ആൻഡ്രൂസ് എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഈ പേരിലെ ആൾക്കാർ പ്രശ്നമുള്ളൂ. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും മതസൗഹാർദ്ദം എന്നല്ല അതിനെ വിളിക്കേണ്ടത്, മതേതരത്വം എന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ വിളിച്ചാൽ മതി. കോൺഗ്രസിൻ്റെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും മതസൗഹാർദ്ദം എന്ന്, BJPയുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും ബഹുസ്വരതയും ആർഷഭാരത സംസ്കാരവും എന്ന്. എന്ത് പേര് വിളിച്ചാൽ എന്താ, അടിസ്ഥാനം ഒന്നേ ഉള്ളൂ, പരസ്പരം വിദ്വേഷം പാടില്ല, പരസ്പരം സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകണം. അപ്പം ഞാൻ അറിയാമെന്നറിയില്ല, എൻ്റെ വീട്ടിലാണ് ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫേസ് വാൾ പെയിൻറ്റിങ്, 140 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏറ്റവും വലിയ ഫേസ് വാൾ പെയിൻറ്റിങ്ങിലൊന്ന് എൻ്റെ വീട്ടിലാണ്. ഞാൻ YMCAയുടെ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ യൂത്ത് വിങ് ആയ യൂണിവയുടെ സെക്രട്ടറി ആയിരുന്നു, എൻ്റെ ഭാരവാഹിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടുകാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് YMCA ആണ്. ഇതാണ് നമ്മുടെ ഒരു സിൻക്രറ്റിക് കൾച്ചർ. ആ സിൻക്രറ്റിക് കൾച്ചറിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയണം.
ഉറപ്പായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു സൂയിസൈഡ് നോട്ട്, അത് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നമ്മൾ ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു, കണ്ടിരുന്നു. ഒരു അനന്തു എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ ഒരു സൂയിസൈഡ് നോട്ട്. ആള് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് ഒരു 14-15 പേജസ് വരുന്ന ഒരു സൂയിസൈഡ് നോട്ടാണ്. അയാളുടെ ചെറുപ്പത്തിൽ ഷാഖയിൽ പോയിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഒരുപാട് സെക്ഷുവൽ അബ്യൂസിങ് ഉണ്ടായി. ആളുകളുടെ പേര് അയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു ലോങ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ചൈൽഡ്ഹുഡ് ട്രോമയെ ആൻഡ് അയാൾ ലൈക്ക് സൂയിസൈഡ് ചെയ്തു. ആ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ കണ്ടിരുന്നു. അല്ല, അതൊരു വ്യാപകമായ സംഭവമൊന്നും അല്ല, ഒറ്റപ്പെട്ട സംഭവമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും RSSലെ ആൾക്കാർ അത് അഡ്രസ്സ് ചെയ്യണം. അത് വെച്ച് RSSലെ എല്ലാ ശാഖയും മോശമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ 10,000-ലോ 1,00,000-ലോ ഒന്നാണെങ്കിൽ പോലും അത് അഡ്രസ്സ് ചെയ്യണം. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ പീഡനമോ അല്ലെങ്കിൽ സ്ത്രീ പീഡനം, ഈ കുട്ടികളോടുള്ള അട്രോസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഇത് ആൾക്കാരുടെ തെറ്റാണ്. അതായത് RSS ബേസിക്കലി ഇത്തരം കാര്യങ്ങളോടൊരു ഡിസിപ്ലിൻ ഇൻസ്റ്റിൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം. അത് ഏത് സംഘടനയാണെങ്കിലും തീർച്ചയായും. ഞാനത് വായിച്ചിരുന്നു. വളരെ ഹൃദയഭേദകമായിരുന്നു. വർഷങ്ങളോളം ട്രോമ അദ്ദേഹം അനുഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. എനിക്ക് എന്തോ കേസോ എടുത്തു എന്ന് തോന്നുന്നു. അവർക്കെതിരെ എന്തോ കേസോ കാര്യങ്ങളോ എന്തോ എടുത്തു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് വേദനാജനകം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. അപ്പോൾ RSSനോട് എനിക്കുള്ള ഐഡിയോളജിക്കൽ എതിർപ്പ് അവർക്ക് മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളുള്ള നിലപാടാണ്. ഇതല്ല. ഇത് വൺ ഓഫ് ആയിട്ട് ഒരു വ്യക്തിക്ക് പറ്റിയ തെറ്റായിരിക്കണം. പക്ഷേ മറുഭാഗത്ത് RSSന് ഘടനാപരമായി തന്നെ അവരുടെ ഇടയിൽ വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. ഉദാഹരണം അറിയാമെന്നറിയില്ല, RSSന് ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംഘടനയുണ്ട്. അതിൻ്റെ പേര് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്നാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേര് ഈസായി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച് എന്നാണ് പേര്. ഇതിനെ വേണ്ട രീതിയിൽ RSS വളർത്തിയെടുക്കുന്നില്ല എന്നൊരു വിമർശനം എനിക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലല്ല, ഘടനാപരമായി നമ്മുടെ ബഹുസ്വരതയും നമ്മുടെ മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്നതിൽ RSS വേണ്ട രീതിയിൽ വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ താഴെ തട്ടിലേക്കുള്ള അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഏറ്റവും വൃത്തികെട്ട ചീപ്പായ മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും പറയുന്നത്. അപ്പം അങ്ങനെ അതിനെ വേണ്ട രീതി ഇവർക്ക് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഗൗരവപരമായ വിമർശനം. നമ്മൾ നേരത്തെ സുരേഷ് ഗോപി സാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ നേരത്തെ ആ ഒരു മാധ്യമ പ്രവർത്തകയോട് അങ്ങനെ ചെയ്തു, നമ്മൾ ആൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ഈ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, മാധ്യമങ്ങളോടാണെങ്കിലും പബ്ലിക്കിനോടാണെങ്കിലും ചില ഗസ്റ്റേഴ്സ് അറഗൻ്റായിട്ട് അതിന് വീഡിയോസ് ഹാഫ് കട്ട് ചെയ്ത് വരുന്നതാണോ, ബട്ട് ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മളും അത്ഭുതപ്പെടും, എന്ത് പറ്റിയ സുരേഷ് ഗോപിയെ കുറിച്ച് കൗതുകമുള്ളൊരു കാര്യം പറയാം. പോസിറ്റീവായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ് ഈ സുരേഷ് ഗോപിക്ക്. ഇന്നും ഉള്ളിൻ്റെ ഉള്ളിൽ പകുതി ഒരു ഭരചന്ദ്രൻ IPS ആണ്. പുള്ളിയുടെ നന്മയും അതാണ്, പുള്ളി ആൾക്കാരെ ട്രോൾ ചെയ്യാനുള്ള കാര്യം അതാണ്. പുള്ളി പറയുമ്പോൾ ഉള്ളിൽ നിന്ന് മാത്രമേ പറയൂ. പുള്ളി പറയുന്ന കാര്യത്തോട് നമുക്ക് യോജിക്കാം, പക്ഷേ ഹൃദയത്തിൽ തട്ടി മാത്രമേ ആ വ്യക്തി സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു നന്മയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളെ ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ദുർവ്യാഖ്യാനം ചെയ്തും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ആൾക്കാരുടെ കഞ്ഞിപ്പാത്രത്തിൽ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം എനിക്കൊന്ന് രാജ്യസഭയിൽ ഇരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ₹1 ശമ്പളം പുള്ളി എടുത്തിട്ടില്ല. ആ ശമ്പളം മുഴുവൻ ആർക്കെങ്കിലുമൊക്കെ വീതിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം രാജ്യസഭ MPക്ക് നല്ല ശമ്പളമുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? അവിടെയാണ് ഞാൻ പറയുന്നത്, ശ്രീ സുരേഷ് ഗോപി BJP എന്നാണെങ്കിലും, മുമ്പ് ആമിർ ഖാൻ ഇതുപോലെ സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടുന്നതാണെങ്കിലും, ഇനി വേറെ ഏതെങ്കിലും പാർട്ടിക്കാരൻ കോൺഗ്രസിനോട് ബന്ധപ്പെട്ട് ആരാണെങ്കിലും, ഇവർ വരുമ്പോൾ നമ്മൾ ഇവരെ പ്രൊമോട്ട് ചെയ്യണം. സുരേഷ് ഗോപിയെയും അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ, CPM നിന്ന് ശ്രീ മുകേഷിനെ, BJP നിന്ന് സുരേഷ് ഗോപിയെ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിനെ, ഇവരെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ കേരളത്തിന് പരമാവധി നന്മയുണ്ടാക്കണം. കാര്യം ഇവരൊന്നും 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശ്രീ മുകേഷോ ശ്രീ സുരേഷ് ഗോപിയോ ശ്രീ ശശി തരൂരോ 10 രൂപയ്ക്ക് വേണ്ടി വരുന്നതാണോ? ഇവർ കൈയിട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? സുരേഷ് ഗോപി സൂപ്പർ സ്റ്റാറാണ്. മോഹൻലാലും മമ്മൂട്ടിയും കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ്. ശ്രീ ശശി തരൂർ ലോക പൗരനാണ്. ശ്രീ മുകേഷ് ഇത്രയും വർഷത്തെ സിനിമ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിൽ നിറഞ്ഞിരിക്കുന്നൊരു വ്യക്തിയാണ്. ഇവർ പൊതുപ്രവർത്തനത്തിന് വരുമ്പോൾ, ഞാനത് മലയാളികൾ നമ്മുടെ സ്പിരിറ്റായിട്ട് പറയാൻ, നമ്മൾ ഇവരെ പരമാവധി ലെവറേജ് ചെയ്ത് യൂസ് ചെയ്ത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി യൂസ് ചെയ്യണം. അങ്ങനെ പകരം ഇവരെ ട്രോൾ ചെയ്ത് ഇവരെ നെഗറ്റീവ് എടുപ്പിച്ച് മാറ്റണം എന്നുള്ളതല്ല. ശ്രീ സുരേഷ് ഗോപി പറയുമ്പോൾ അദ്ദേഹം ഒരു പക്കാ രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ അദ്ദേഹം ഈ മെഷർ വെച്ച് പറയില്ല, മനസ്സിൽ വരുന്നത് പറയും, അതിവൈകാരികമായിട്ട് പറയും. അപ്പോൾ അത് ആ വ്യക്തിയുടെ നന്മയാണ്. സുരേഷ് ഗോപി നാളെ മറ്റേ കടുത്ത രീതിയിൽ ശ്രീ പിണറായി വിജയൻ സംസാരിക്കുന്ന പോലെയോ, നമ്മുടെ സ്വരാജ് സഖാവ് ഗംഭീരമായിട്ട് സംസാരിക്കും, CPMലെ സ്വരാജ് സഖാവ് സംസാരിക്കുന്ന പോലെ കൃത്യമായി അളന്ന് മുറിച്ച് 1953 ഓഗസ്റ്റ് 12 രാവിലെ 10 മണിക്ക് ഭരണഘടന ഇങ്ങനെ പറഞ്ഞു ഒന്നും പറയാൻ പോണില്ല. അപ്പം ഇദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ശക്തി, ഇദ്ദേഹം സിനിമാ താരമാണ്, ഇദ്ദേഹം ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കേരളത്തിന് പരമാവധി അദ്ദേഹം നമ്മൾ ഒരുമിച്ച് നിന്ന്, നമ്മളെന്ന് പറഞ്ഞാൽ പൊതുസമൂഹം ഒരുമിച്ച് നിന്ന് എങ്ങനെ നേടാം. ഇതേപോലെ തന്നെ ശ്രീ ശശി തരൂർ, ഞാൻ പലപ്പോഴും കോൺഗ്രസിലെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഉപയോഗിക്കുക. ശശി തരൂറിന് ഇവിടെ നിന്ന് MP മാറിപ്പോയ ഒരു നഷ്ടവുമില്ല. അതായത് ശശി തരൂരിനെ ഒരു സ്പീച്ചിന് വേണ്ടി വിളിക്കണമെങ്കിൽ ഇയാൾ MP അല്ലെങ്കിൽ അദ്ദേഹം MP അല്ലെങ്കിൽ നമ്മൾ 1.5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. MP ആണെങ്കിൽ ഫ്രീ ആയിട്ടും നമ്മുടെ നാട്ടിൽ ചെയ്യും. ശ്രീ ശശി തരൂർ എന്ന റിസോഴ്സിനെ നിങ്ങൾ ഉപയോഗിക്കണം. ഇതേപോലെ CPM-നോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് ശ്രീ GS പ്രദീപ്, അശ്വമേധം ചെയ്യുന്ന GS പ്രദീപ്. ശ്രീ GS പ്രദീപിനെയൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിന് വേണ്ടി ഉപയോഗിക്കണം. അത് അവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. ഞാൻ ഈ എല്ലാ പാർട്ടിയിലെയും പറഞ്ഞത്, എല്ലാ പാർട്ടിയിലും ഇതുപോലെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ രമേശ് പിഷാരടി, ഇപ്പം കോൺഗ്രസ്സിൽ രമേശ് പിഷാരടി വലിയൊരു അസറ്റാണ്. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വ്യക്തിപരമായി ഇൻ്റലിജൻ്റ് ആയ ഒരു വ്യക്തിയാണ് രമേശ് പിഷാരടി. തമാശ പറയുന്നത് പിഷാരടി ഒന്നുമല്ല, പിഷാരടി ഈസ് എ ഷാർപ്പ് ബ്രെയിൻ. രമേശ് പിഷാരടിയെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ശശി തരൂർ സാറിനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ശ്രീ മുകേഷിനെ ഉപയോഗിക്കണം, ശ്രീ സുരേഷ് ഗോപി, അതാത് പാർട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം ഇവരെ ട്രോൾ ചെയ്ത് ഇവരുടെ ഒരു വരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കുന്നതിന് പകരം ഇവരാരും പക്കാ രാഷ്ട്രീയക്കാരല്ല. പകരം പണ്ട് നസീർ സാർ, അതായത് മഹാനായ പ്രേം നസീർ സാർ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തിൻ്റെ മറ്റു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ, അതായത് ഇന്ത്യൻ സിനിമയുടെ താരരാജാവായിരുന്ന അമിതാഭ് ബച്ചൻ, പണ്ട് രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. പിന്നീട് ഇവർ തെറ്റി, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സമാജ്വാദി പാർട്ടി പോയത്. ഇവരൊന്നും 10 രൂപ ഇതിൽ നിന്ന് കൈയിട്ട് വരാമെന്ന് പറഞ്ഞ് വരുന്നതല്ല. പരമാവധി നമ്മൾ അവരെ നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കണം. അതാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ സുരേഷ് ഗോപി സാറിൻ്റെ പബ്ലിക്കിനോടുള്ള, അതായത് ഈ ഇലക്ഷന് മുമ്പ് ഞാൻ നേരിട്ട് സംസാരിച്ച ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ്. അപ്പോൾ ലൈക്ക് ആൾ ജയിച്ചപ്പോൾ ഞാൻ സ്റ്റോറി വരെ ഇട്ടതാണ്, നമ്മൾ പാർട്ടിയെ ഒന്നും നോക്കാതെ തന്നെ. ബട്ട് സ്റ്റിൽ ഇപ്പോൾ പബ്ലിക്കിൻ്റെ അടുത്തായാലും ചില ഇടപെടലുകൾ, എന്താ പറയുക, സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു 10-20 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് 1-2 മിനിറ്റ് ഇമോഷണലായി സംസാരിക്കുന്നത് മാത്രം കട്ട് ചെയ്തിടുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, അദ്ദേഹം ഈ പറഞ്ഞ, ഞാൻ ലൈവായിട്ട് പറയാം, ഞാൻ റിപ്പോർട്ടർ ചാനൽ നമ്മുടെ സ്മൃതിജിയുടെ കൂടെ ശ്രീമതി സ്മൃതി പരത്തിക്കാണ്ടിരുന്നപ്പോൾ ശ്രീമതി സ്മൃതി പരത്തിക്കാട് ചോദിച്ചു, കഞ്ഞിപ്പാത്രത്തിൽ ഇട്ട് കൊടുത്തു എന്ന് തമ്പ്രാൻ പറഞ്ഞു എന്ന്. അപ്പം കഞ്ഞിപ്പാത്രം എന്ന വാക്ക് സുരേഷ് ഗോപി ഉപയോഗിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷേ ഇട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് സുരേഷ് ഗോപി എന്തോ നമുക്ക് ചാരിറ്റി തന്നു എന്ന് തോന്നും. ശ്രീ സുരേഷ് ഗോപി ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രശ്നം ചില വാക്കുകളെ ധ്വനിപ്പിക്കുന്ന രീതിയിൽ സുരേഷ് ഗോപി രാജാവായിട്ട് കലിങ്കിലിരിക്കുകയാണ്. ആ പരിപാടി കണ്ടോന്നറിയില്ല. ആ പരിപാടിയിൽ സുരേഷ് ഗോപിയുടെ തൊട്ടിപ്പുറത്ത് ആദിവാസി രാജാവ് മന്നാൻ അദ്ദേഹം ഇരിപ്പുണ്ട്. ശ്രീ സുരേഷ് ഗോപി അവിടെ സാധാരണക്കാരനായി പോയി ഇരിക്കുകയാണ്. പിന്നെ ശ്രീ സുരേഷ് ഗോപിക്ക് ഇമോഷണൽ ആയതുകൊണ്ട് ഈ നല്ല രാഷ്ട്രീയക്കാരുടെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് വെളിയിൽ ചിരിച്ചുകൊണ്ടിരിക്കും. ശ്രീ സുരേഷ് ഗോപിക്ക് അത് പറ്റൂല, മനസ്സിലുള്ളത് പുറത്ത് കാണും. അത് പുള്ളിയുടെ നന്മയായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ, മന്ത്രിയല്ലേ അങ്ങനെ ദേഷ്യപ്പെടാമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ അങ്ങനെയാണ്, റോ ആണ്. അത് അദ്ദേഹത്തിൻ്റെ നന്മയാണ്. ഏതോ ഒരു ഇൻ്റർവ്യൂവറോട് മറ്റേ ഞാൻ മൂക്കിലേക്ക് വലിച്ച് കയറ്റും, ആ മനുഷ്യൻ്റെ നന്മയാണ്. അപ്പോൾ അതിനെ ആ പോസിറ്റീവായി കാണുന്നതാണ് നമ്മുടെ സ്ട്രെങ്ത്. അതെ, ഈ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ PM ശ്രീ പദ്ധതി ഉണ്ടല്ലോ, അതിൽ കേരളം സൈൻ ചെയ്തു. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഭരണപക്ഷത്തിന് 2 അഭിപ്രായം ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട്? PM ശ്രീക്ക് വേണ്ടി പല സ്കൂളുകളിലും ഞാൻ സെഷൻ എടുത്തിട്ടുണ്ട്. PM ശ്രീ വരുന്നത് നല്ലതാണ്. PM ശ്രീക്ക് വേണ്ടി ഇപ്പോൾ 1500 കോടി രൂപയുടെ ഫണ്ടുണ്ട്. നമ്മുടെ കേരളം അത് ലാപ്സ് ആക്കേണ്ട ഒരു കാര്യമില്ല. എന്നാൽ നേരെ തിരിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വർഗീയതയോ വിദ്വേഷമോ വിഭജനമോ അതിൻ്റെ ഭാഗമായി ആരെങ്കിലും കുത്തി നിറയ്ക്കാൻ നോക്കിയാൽ അത് പ്രതിരോധിച്ചാൽ മതി. ഇത് പോസിറ്റീവായി പോണ്ടേ? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ PM ശ്രീ നടപ്പാക്കിയിട്ടില്ലേ? നാളെ PM നരേന്ദ്രമോദിജി മാറി രാഹുൽ ഗാന്ധി ആകാമല്ലോ. നാളെ PM രാഹുൽ ഗാന്ധി ആയിക്കൂടെ? ഇപ്പോൾ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്, അല്ലെങ്കിൽ ഒപ്പോസിഷൻ ലീഡറാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു നിലപാടെടുക്കണം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി മോശമൊന്നുമല്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വളരെ നല്ലതാണ്. ഒരുപാട് നല്ല എലിമെൻറ്റ്സ് ഉണ്ട്. അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ തത്വാധിഷ്ഠിതമായി മാറ്റിയാൽ. ഇപ്പോൾ ഒരു ഷർട്ട് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു നല്ല ഷർട്ടിൻ്റെ ഏതെങ്കിലും കൈയുടെ ഒരു ലെങ്ത് കൂടി പോയിന്നിരിക്കട്ടെ, ആ ലെങ്ത് മാത്രം കുറച്ചാൽ പോയി, ഷർട്ട് കളയണോ? വേണ്ട. അപ്പോൾ അതേപോലെ NEPക്ക് ഒരുപാട്, NEP ഒരു വേൾഡ് ക്ലാസ് സാധനമാണ്, നല്ല എലിമെൻറ്റ്സ് ഉണ്ട്. അതിലെ പോസിറ്റീവ് എലിമെൻറ്റ്സിനെ എടുക്കുക, വിഭജനമോ വിദ്വേഷമോ മറ്റു കാര്യങ്ങളുണ്ട് അതിനെ അങ്ങ് മാറ്റുക. അതാണ് അതിൻ്റെ റൈറ്റ് വേ. അപ്പോൾ അവിടെ തന്നെ ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, നമുക്ക് അവരുടെ പൈസ വാങ്ങാം പക്ഷേ നടപ്പാക്കേണ്ടതെന്നുള്ളത്. ഈ അടവ് നയം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കള്ളത്തരാണ്. രാഷ്ട്രീയത്തിൽ അടവ് നയമൊക്കെ വേണ്ടി വരില്ലെന്നൊന്നുമല്ല, ആത്മാർത്ഥതയാണ് ഏറ്റവും നല്ലത്. ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അപ്പോൾ അതിനോട് എതിർപ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കാം. അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പ്രൊപ്പഗാൻഡകൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർക്കണം. പക്ഷേ അല്ലാതെ
എന്താ പറയണേ, ഏതോ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഗുജറാത്തിലെ ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വന്നതായിട്ട് പറയപ്പെടുന്നു, ശരിയാണോ എന്നറിയില്ല, മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാണ്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊരു പൊതു സ്വത്വമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇല്ല. രാഷ്ട്രീയത്തിന് പ്രായമുണ്ടോ? ഇല്ല, പ്രായമില്ല. ഈ മോഹൻ ഭഗത് പറയുന്നുണ്ടായിരുന്നു 75 വയസ്സിൽ വിരമിക്കണം. അവർ പറയുന്നത് അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കണം. അത് സത്യമാണ്. പക്ഷേ ഈ ഗൈഡൻസ് റോളിൽ മുതിർന്നവരുണ്ടാകുന്നത് നല്ലതാണ്. അത് വെറും ഒരു ഗൈഡൻസായി മാത്രമല്ല, ആക്റ്റീവായ ഗൈഡൻസ്. ശരിക്കും ഒരു സൊസൈറ്റി മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ്? യൂത്തിൻ്റെ എനർജിയും മുതിർന്നവരുടെ എക്സ്പീരിയൻസും തമ്മിലുള്ള ബ്ലെൻഡ്. ഇത് ബ്ലെൻഡ് ചെയ്യണം. യൂത്തിന് എനർജി ഉണ്ടാവും. നമ്മളെല്ലാം യങ്സ്റ്റേഴ്സ് കുറേ കൂടെ എനർജി, കുറേ കാര്യങ്ങൾ ചെയ്യും, ലോകം മാറും, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പ്രായമായവർക്ക് കുറച്ചുകൂടെ പക്വതയും ലോകവീക്ഷണവും കാണും. അവർക്ക് കുറേ കൂടെ പ്രായോഗികത ഈ വിഷയത്തിലുണ്ടാകും. അപ്പോൾ ഐഡിയലിസമാണ് യങ്സ്റ്റേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്, പ്രാക്ടിക്കാലിറ്റിയാണ് സീനിയേഴ്സിനെ ഡ്രൈവ് ചെയ്യുന്നത്. രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്താൽ അത് വളരെ ഗുണമുണ്ടാകും. അതുകൊണ്ട് അവരുടെ എനർജി നമുക്ക് ലെവറേജ് ചെയ്യാൻ കഴിയണം. ആ ലെവറേജ് ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പോസിറ്റീവായി മുമ്പോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഈ തുടർഭരണം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ പിണറായി വിജയൻ സാറും അതുപോലെ കേന്ദ്രത്തിൽ മോദി സാറും ആകാനുള്ള ചാൻസ് എത്ര കൂടുതൽ? മാറി വരുന്നതാണ് നല്ലത്. ഏത് പാർട്ടി ആണെങ്കിലും, കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും CPM ആണെങ്കിലും മാറി വരണം. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിരന്തരമായി ഭൂരിപക്ഷം കിട്ടുകയും മൃഗീയ ഭൂരിപക്ഷത്തെ ഭരിക്കുകയും ചെയ്താൽ അത് എന്താ പറയുക, തെറ്റായ നിലപാടിലേക്ക് പോകും. എനിക്ക് ഇന്ദിരാഗാന്ധിയെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ശ്രീമതി ഇന്ദിരാഗാന്ധി ചെയ്ത 100% തെറ്റായ കാര്യമാണ് എമർജൻസി. നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ ഒരിക്കലും ന്യായീകരിക്കാനാവാത്ത നമ്മുടെ ജനാധിപത്യത്തെ നശിപ്പിച്ച ഒരു കാലഘട്ടമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും അട്രോസിറ്റീസ് നടന്ന കാലഘട്ടങ്ങളിലൊന്നാണ്. ഒരു കാരണവശാലും ഇത് യോജിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ അങ്ങനെ കലാപങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ കലാപം നടക്കുന്നത് സിഖ് കലാപമാണ്. 3500ഓളം പേര് അതിൽ മരിക്കുന്നുണ്ട്. സിഖ് കലാപം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലെ കുറച്ചുകൂടെ സെൻസിറ്റീവായത് ഹാൻഡിൽ ചെയ്യണം. അതായത് ഭിന്ദ്രൻവാലെ എന്ന് പറയുന്ന ഖാലിസ്ഥാനി തീവ്രവാദി, സിഖ് വിഭാഗം, സിഖുകാർ നമ്മുടെ അഭിമാനമാണ്, അതിലെ സിഖ് തീവ്രവാദികളെയാണ് ഈ ഖാലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നത്. ഖാലിസ്ഥാനി തീവ്രവാദി സുവർണ്ണ ക്ഷേത്രത്തിലേക്ക് ഒളിച്ചിരിക്കുകയും അവിടെ നിന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയാണ്. അത് കുറച്ചുകൂടെ വേറൊരു രീതിയിൽ ഡീൽ ചെയ്യണമായിരുന്നു. കാര്യം ഒരു അമ്പലത്തിനും പള്ളിക്കും നേരെ വെടിയുതിർക്കുക എന്ന് പറയുന്നത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ മറ്റൊരു രീതിയിലായിരുന്നു അത് ഡീല് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് മരിക്കേണ്ടി വന്നത്. അപ്പം ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം. ഇപ്പം മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നെങ്കിൽ ഭിന്ദ്രൻവാലയുടെ ഫ്രണ്ടിൽ ചെന്ന് സത്യാഗ്രഹം ഇരിക്കുമായിരുന്നു. നമുക്ക് എന്നാൽ നിന്നെ ഭിന്ദ്രൻവാലയും കൂടെ നന്നാക്കിയിട്ട് ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഈ സമവായത്തിൻ്റെ ഒരു വഴിയുണ്ട്. അത് ആലങ്കാരികമായിട്ടൊന്നുമല്ല. 1944 ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധിജി ഗോഡ്സെയോട് അങ്ങോട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എൻ്റെ കൂടെ വന്ന് ഒരു 8 ദിവസം സേവാഗ്രാം ആശ്രമത്തിൽ താമസിക്കും. അതായത് തന്നെ കൊല്ലാൻ വരികയും ആൾക്കാർ ഗോഡ്സെ പിടിച്ചു മാറ്റുകയും ചെയ്യുകയാണ്. ഗോഡ്സയുടെ കത്തിയുണ്ട്. പോലീസ് കൊടുക്കുന്നതിന് പകരം ഗോഡ്സെ ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്നതിന് പകരം ഗാന്ധിജി ഗോഡ്സെയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നീ എൻ്റെ കൂടെ വന്ന് ഒരു 8 ദിവസം താമസിക്കും. എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നീ എന്നെ കൊല്ലാൻ നോക്കിയത്. അല്ല, നമ്മളും ഈ വ്യക്തിപരമായ വിരോധമൊന്നും ഇല്ലല്ലോ. എന്നോട് എന്തോ അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണ് നീ എന്നെ കൊല്ലാൻ നോക്കിയത്. എൻ്റെ കൂടെ വന്ന് 8 ദിവസം സേവാഗ്രാമിൽ താമസിക്കുക എന്ന് പറയുന്ന ആ ഗാന്ധിയുടെ നിലപാടിലെ ഇന്ത്യ നിലനിൽക്കും. അതെ. ഇപ്പോൾ ഇതേ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ മൂവി വേൾഡ് ആയതുകൊണ്ട് മൂവി റിലേറ്റഡ് ആയിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രശ്നമാണ് ഒരാൾക്ക് സമാധാനമായിട്ടൊരു സിനിമ പഴയതുപോലെ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും സെൻസർ ബോർഡ് ഇടപെടുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ എമ്പുരാനിൽ പൊള്ളിയോണ്ടാണ് ഈ സെൻസർ ബോർഡ് അല്ലെങ്കിൽ ഈ CBFC എല്ലാത്തിലും കയറി ഇടപെടുന്നത്. ശരിക്കും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തിനാണത് ചെയ്തതെന്നുള്ളതാണ് ഒരു ആവശ്യം. അതും സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്ക് എന്തിനാണെന്ന് ദൈവത്തിനറിയാം. ജാനകി എന്ന പേര് വളരെ ജനറിക് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു പേര് കൂടിയാണ്. അപ്പോൾ എന്തിനാണത് ചെയ്യുന്നത് എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായില്ല. അപ്പം ഓവർ ആക്കരുത്. അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞാൽ അണ്ടറും ആക്കരുത്. ഈ ഒപ്റ്റിമത്തിലാണ് കളി. അപ്പോൾ ശരിക്കും പ്രത്യേകിച്ച് സിനിമാ വേൾഡും കൂടെ ആയതുകൊണ്ട് സിനിമകൾക്ക് നല്ല സ്വാതന്ത്ര്യം കൂടെ. എനിക്ക് എമ്പുരാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എമ്പുരാൻ ഒരു വലിയ ക്രിയേറ്റീവ് സ്പേസ് ഉള്ള ഫ്രീഡം ഉള്ള സിനിമയാണ്. ബാലൻസ് പിടിച്ചാൽ മതി, അതാണ് അതിൻ്റെ കളി. അപ്പോൾ ഇത്രയും സീരിയസ് ടോപ്പിക്സ് നമ്മൾ സംസാരിച്ചു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും രാഹുൽ ഈശ്വറിനെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തത്, നമ്മൾ ഒരുപാട് ട്രോൾസൊക്കെ കാണുന്ന കൂട്ടത്തിൽ ഒരുപാട് സീരിയസ് ഡിസ്കഷൻസിനിടയിൽ വീണ് കിട്ടുന്ന ചില സംഭവങ്ങളുണ്ട്. അതിൽ ഞങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിരിച്ചുകൊണ്ടിരുന്നാൽ ഓപ്പോസിറ്റ് നിന്ന് ആദ്യം ചോദിക്കുന്നത്, എടോ ചുമ്മാ ഇരുന്ന് ചിരിക്കാൻ, ഒരുമാതിരി കുട്ടിക്കൊരകനെ പോലെ എന്നുള്ള സംഭവമാണ്. ശരിക്കും ഇത് ഇപ്പോൾ വീണ്ടും കാണുമ്പോൾ ചിരിക്കാറുണ്ടോ?
ചിലപ്പോൾ ചിരി വരാറുണ്ട്. അത് അതേപോലെ ഇടയ്ക്ക് ആരോ TV ഡിബേറ്റിൻ്റെ ഏറ്റവും ടോപ്പ് 5 ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞ് എന്തോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇത് പിന്നെ 30 സെക്കൻഡ് തരൂ. അത് നമ്മുടെ സിനിമയിൽ കുഞ്ചാക്കോവൻ്റെ സിനിമയിൽ എന്തായിരുന്നു സിനിമയുടെ പേര്? മോഹൻകുമാർ ഫാൻസ്. സിദ്ദിഖ് സാറൊക്കെ ഉണ്ട്. മോഹൻകുമാർ ഫാൻസിൽ ഈ 30 സെക്കൻഡ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ജസ് ജോയ് അവരുടെയൊക്കെ സിനിമയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു കണ്ടിട്ട്. ഞാനൊരു പണി കൊടുക്കാനായിട്ട് ഇത് മാർച്ച് 31 ഞാൻ കണ്ടത്. ഞാൻ അടുത്ത ദിവസം വളരെ സീരിയസ് ആയിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടു. അത് നിങ്ങൾക്ക് മൂവി വേൾഡിൽ കൊടുക്കാൻ കഴിയുന്നതന്നെ. ഫേസ്ബുക്കിൽ എഴുതിയിട്ടു ഞാൻ കേസ് പോവുകയാണ്, എന്നെ അപമാനിച്ചു, ഞാൻ സെക്ഷൻസ് ഒക്കെ കോട്ട് ചെയ്ത് ക്രിമിനൽ ഡിഫമേഷൻ ഫയൽ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഇട്ടു. ഏപ്രിൽ 1 അപ്പോൾ ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്, പക്ഷേ യാതൊരു തമാശയില്ല, സീരിയസ് ആയിട്ട് ഇട്ടു. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജിസ് ജോയ്, അരുൺ നാരായണൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, അവരൊക്കെ വിളിച്ചു. കുഞ്ചാക്കോവൻ കണ്ടിട്ട് ജിസ്സിനെ വിളിച്ചു എന്ന് പറഞ്ഞു. ജിസ് എന്നെ വിളിച്ചു പറഞ്ഞു. ജിസ് പറഞ്ഞു, രാഹുൽ എടാ നീ എന്താ അങ്ങനെ കരുതുന്നത്? ജിസ്സിനെ എനിക്ക് പണ്ട് തൊട്ടേ അറിയാം. അങ്ങനെയൊന്നും പറയാം. ഞാൻ കുറച്ച് മനഃപൂർവ്വം വൈകിട്ട് വരെ സീരിയസ് ആയിട്ടിരുന്നതിന് ശേഷം ഏപ്രിൽ ഫുൾ എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ എനിക്കതിൽ കൗതുകം തോന്നിയത് അടുത്ത ദിവസം എന്നെ ഒരാൾ വിളിച്ചു, രാഹുൽ സിദ്ദിഖാണ്. ഞാൻ വിചാരിക്കുന്നില്ലോ സിദ്ദിഖ് സാർ എന്നെ വിളിക്കുമെന്ന്, അതായത് സിനിമ നടൻ സിദ്ദിഖ് എന്നെ വിളിക്കും. ഞാൻ സിദ്ദിഖ് പറയൂ നമുക്ക് അറിഞ്ഞൂടല്ലോ. പുള്ളിക്ക് മനസ്സിലായി, അദ്ദേഹത്തെ മനസ്സിലായല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ, ഞാൻ സിനിമാ നടൻ സിദ്ദിഖാണ്. ഞാൻ സോറി സാർ ഞാൻ അറിഞ്ഞില്ല, ഏതോ ഒരു സിദ്ദിഖ് എന്നെ വിളിക്കുന്നു എന്നല്ലേ ഞാൻ വിചാരിച്ചു. എനിക്ക് സൗണ്ട് മനസ്സിലായല്ലോ. അപ്പം പുള്ളി പറഞ്ഞു, എനിക്ക് രാഹുൽ അങ്ങനെ ഏപ്രിൽ ഫൂൾ ആക്കിയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ സിനിമയുടെ ആൾക്കാരെ ഏപ്രിൽ ഫൂളാക്കി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനു വേണ്ടി ഞാനൊന്ന് പറയാൻ വിളിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്ര ഒരുപാട് രസകരമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പബ്ലിക്കലി ഏപ്രിൽ ഫൂളൊക്കെ ട്രൈ ചെയ്ത് സക്സസ്ഫുള്ളായി വിജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ആ രീതിയിൽ അപ്പോൾ ഇങ്ങനത്തെ കുറേ നല്ല അനുഭവങ്ങൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ട്. ഇതേപോലെ എനിക്കൊരു ലാലേട്ടൻ്റെ കോളറിക്ക് കിട്ടിയിട്ടുണ്ട്. ലാലേട്ടൻ്റെ സോഷ്യൽ മീഡിയ മാനേജറിൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ ബർത്ത്ഡേക്ക് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരാൾക്ക് നിങ്ങളോട് വിഷ് പറയണം എന്ന്. അപ്പം ഞാൻ ഇപ്പോൾ എന്നെ ബർത്ത്ഡേ ഇങ്ങനെ വിഷ് പറയാം. അപ്പോൾ അപ്പുറത്തുനിന്നാൾ ലാലാണ്. ഞാൻ പറഞ്ഞു, ലാൽ പറഞ്ഞോളൂ. മനസ്സിലാവുന്നില്ല, ഞാൻ വെട്ടിക്കിടക്കാണ്. എനിക്കൊന്നും ഓർമ്മയുണ്ട്, അമ്മയുണ്ട്, ദീപയുണ്ട്, വൈഫുണ്ട്, വെട്ടിക്കിടക്കാണ്. അപ്പം മോഹൻലാൽ സാറിന് മനസ്സിലായി, മോഹൻലാലാണ്. ഞാൻ ബെഡിൽ നിന്ന് ഇങ്ങനെ സ്പ്രിങ് പോലെ ചാടിയിട്ടില്ല. അയ്യോ ചേട്ടാ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകിയ അവസരങ്ങളാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഈ അപ്രതീക്ഷിത കോള്, സിദ്ദിഖ് സാറിൻ്റെ ഈ കോള്, അദ്ദേഹം എൻ്റെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു. അതിനുശേഷം 1-2 കാര്യത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പം സിനിമാ രംഗത്തിന് അങ്ങനെ ഒരുപാട് നല്ല പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്ക് അവസാനത്തെ ചോദ്യം എന്തായാലും ചോദിക്കാൻ പറ്റി. അവസാന സെക്കൻഡ് ചോദിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്കൊരു 30 സെക്കൻഡ് തരുമെന്ന് പറഞ്ഞാൽ ഞാൻ തരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.